യെസ്, അപ്പോൾ വാളയാറിലെ ആൾക്കൂട്ട മർദ്ദനം അത് ആലോചിക്കും തോറും നമ്മൾ ഓരോരുത്തരും നാണിച്ച് തലതാഴ്ത്തുന്ന സംഭവം. അതിനപ്പുറത്തേക്ക് അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളും അത്ര ആശ്വാസകരമല്ല എന്നുള്ളത് കൂടിയാണ്. അതേതായാലും രാംനാരായണന്റെ കുടുംബം ഇന്നലെ കേരളത്തിലെത്തിയിരുന്നു. ആ കുടുംബം ഇന്നലെ മൃതദേഹം ഏറ്റുവാങ്ങാനൊക്കെ വിസമ്മതിച്ചിരുന്നു. അവർക്ക് വരെ ഇവിടെ പ്രതിഷേധിക്കേണ്ടതായ സാഹചര്യമൊക്കെ വന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ ആ കുടുംബാംഗങ്ങൾ റവന്യൂ മന്ത്രി കെ രാജനുമായി കൂടിക്കാഴ്ച നടത്തും. തൃശൂർ കലക്ടറേറ്റിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുക. സർക്കാർ നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള ചർച്ച ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. കുടുംബവും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുക്കും. മന്ത്രി നേരിട്ട് ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേൽ ഇന്നലെ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നടത്തി വന്നിരുന്ന പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. के सामने में अपनी मांगे रखी थी, वहाँ पे हमारी मांगों को जो है मौखिक रूप से जो है मान लिया गया था, पर कुछ बातें क्लियर नहीं किए थे। इसीलिए अभी जो है यहाँ पे कलेक्टर सभा कक्ष त्रिशूर में अभी आए हैं। अपनी मांगे को जो है कलेक्टर साहब के सामने में दोबारा रखेंगे। उसके बाद देखते हैं क्या निराकरण निकलता है। तो आप प्रतीक्षा कर हुआ है इस चर्चा में? आप प्रतीक्षा कर हुआ है? हाँ, आपका डिमांड क्या है? हमारी डिमांड वही है कि जो है SIT टीम गठित हो और मॉम लिंचिंग का जो धाराएं हैं वो ऐड हो और पीड़ित परिवार को जो है मुआवजा राशि मिले। परिवार को हेल्प किया? हाँ, परिवार को जो है यहाँ से 100 को ले जाने में मदद करे और इनको जो है सहायता राशि जो है वो मिले। संघर्ष कंटिन्यू कर रहे हो? हाँ, संघर्ष जब तक हमारी मांगे नहीं होगा तब तक कंटिन्यू चलता रहेगा। कोई विश्वास है सरकार में? हाँ, हमें सरकार पे भरोसा है। ऐसे मतलब हमें निराश नहीं करेंगे। छत्तीसगढ़ सरकार और केरल सरकार दोनों से मेरी अपील है कि दोनों स्टेट जो है इस मामले में हमारी जो है मांगे पूरी करें। छत्तीसगढ़ से कोई आदमी का कम्युनिकेशन गया आपका सर? छत्तीसगढ़ सरकार से जो है प्रेस के माध्यम से मुझे जानकारी मिला है कि वहाँ के जो होम मिनिस्टर है हमारे विजय शर्मा जी और जो हमारे समाज के गुरु हैं खुशवंत साहब जी और जो नेता प्रतिपक्ष हैं चरणदास महन जी और हमारे जो डिस्ट्रिक्ट के कलेक्टर हैं अमृत प्रकाश तोपनो जी, उनके माध्यम से भी जो है इस मामले में जो है आवाज़ उठाया गया है और उन्होंने भी जो है मदद की आश्वासन दिया है। ठीक है। യെസ്, നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ നിരാലംബരായ കുടുംബം ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നു. അവർക്ക് ദാരുണമായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെയും ഒരു പ്രതിഷേധം ഉയർത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കടുത്ത ദുഃഖാവസ്ഥയ്ക്കിടയിലും. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന് ബാധ്യതയുണ്ട്. കാരണം ജോലി തേടി ഇവിടെ എത്തിയ ഒരാളുടെ ജീവന് സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു നഷ്ടപരിഹാരം അടക്കമുള്ള ആവശ്യം അവ ഉയർത്തുമ്പോൾ അത് കൊടുക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുക. എപ്പോൾ നടക്കും കൂടിക്കാഴ്ച നടരാജ്? അല്പസമയം മുമ്പാണ് രാംനാരായണന്റെ കുടുംബം തൃശൂർ കളക്ടറേറ്റിലെത്തിയത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അവർ തൃശ്ശൂരിലെത്തിയിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ചെന്നും രാംനാരായണന്റെ മൃതശരീരം കണ്ട് വിങ്ങിപ്പൊട്ടി പുറത്തു വന്ന ദൃശ്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഏറെ ദുഃഖത്തിലായിരുന്നു ആ കുടുംബം. വൈകിട്ടോടുകൂടിയാണ് പാലക്കാട് RDOയുമായിട്ട് ഇവർ ചർച്ച നടത്തിയത്. നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യത്തിൽ ഇതുവരെ ധാരണയാവാത്ത സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ട് പോകാൻ കുടുംബവും മനുഷ്യാവകാശ പ്രവർത്തകരും തീരുമാനിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് രാത്രി പാലക്കാട് RDOയുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തൃശൂർ സബ് കളക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ മോർച്ചറിക്ക് മുന്നിൽ സമരം തുടരാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് മന്ത്രിതല ചർച്ച നടത്താമെന്നുള്ള നടത്തണമെന്ന ഉപാധി സർക്കാർ അംഗീകരിച്ചതോടുകൂടി മന്ത്രിതല ചർച്ച നടത്താമെന്ന ധാരണയായതുകൂടിയാണ് ഇവർ രാത്രി മോർച്ചറിക്ക് മുന്നിൽ നിന്നും മനുഷ്യാവകാശ പ്രവർത്തകരും രാംനാരായണന്റെ കുടുംബവും പിരിഞ്ഞു പോയത്. ഇപ്പോൾ അവർ തൃശൂർ ജില്ലാ കളക്ടറേറ്റിലെത്തിയിട്ടുണ്ട്. ദൃശ്യത്തിൽ രാംനാരായണന്റെ ബന്ധുവിനെ കാണാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റ് കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമായും നഷ്ടപരിഹാര തുക സംബന്ധിച്ചുള്ളൊരു ചർച്ചയാണ് ഇന്ന് നടക്കുക. ഇവരുടെ മറ്റ് മിക്ക ആവശ്യങ്ങളോടും സർക്കാർ അനുകൂല സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആൾക്കൂട്ട മർദ്ദനം എന്നത് FIRൽ ഉൾപ്പെടുത്തണം, അതിൻ്റെ വകുപ്പ് ചുമത്തണം എന്ന ആവശ്യം നേരത്തെ പറഞ്ഞിരുന്നു. അത് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. SC/ST അട്രോസിറ്റി ആക്ട് ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു, അതും സർക്കാർ അംഗീകരിച്ചിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് വഹിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സർക്കാർ അംഗീകരിച്ചിരുന്നു. പക്ഷേ
നഷ്ടപരിഹാര തുക ഉടൻ പ്രഖ്യാപിക്കണം, എങ്കിൽ മാത്രമേ മൃതദേഹം സ്വീകരിക്കൂ എന്നുള്ള നിലപാട് ഇവർ സ്വീകരിച്ചപ്പോൾ അക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കണമെങ്കിൽ കൂടുതൽ ചർച്ചയാവാം, ചർച്ച വേണമെന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. തുടർന്നാണ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി, പക്ഷേ അതിൽ തീരുമാനമായില്ല. പിന്നീട് മന്ത്രിതല ചർച്ചയ്ക്ക് ഒരു ധാരണയാവുകയായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ കളക്ടറേറ്റിലാണ് നമ്മളുള്ളത്. റവന്യൂ മന്ത്രി കെ രാജൻ അല്പസമയം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം കളക്ടറിന്റെ ചേംബറിലുണ്ട്. തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അല്പസമയം മുമ്പ് ഇവിടെ എത്തി, അദ്ദേഹം ചേംബറിലുണ്ട്. അല്പസമയത്തിനകം രാംനാരായണന്റെ കുടുംബവും മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ തന്നെയും കളക്ടറിന്റെ ചേംബറിലേക്ക് പോകും. ഇവിടെ ആയിരിക്കും ഏത് തരത്തിലാണ് ഈ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് സംബന്ധിച്ച് ഒരു ധാരണയാവുക എന്നറിയേണ്ടത്. ധാരണ ആയില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ബന്ധു ശശികാന്ത് വ്യക്തമാക്കിയത്. എന്തായാലും എന്താകും ഈ ചർച്ചയിൽ ധാരണ, എന്ത് തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക എന്നാണ് ഇനി അറിയേണ്ടത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊടും പാതകമാണ് കഴിഞ്ഞ ബുധനാഴ്ച പാലക്കാട് വാളയാറിൽ നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൾക്കൂട്ടം കള്ളനെന്നും ബംഗ്ലാദേശി എന്നും ഒക്കെ തന്നെ ആരോപിച്ച ഒരു യുവാവിനെ അടിച്ചു കൊല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. 5 പേരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ പേരുടെ അറസ്റ്റിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും വലിയ രീതിയിലുള്ള വേദനയും സമൂഹം ആകെ പ്രകടിപ്പിക്കുമ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ കേരള സർക്കാരുമായി ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വിഷയത്തിലെ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ്? ഈ വിഷയത്തിൽ കേരള സർക്കാരിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് സർക്കാരുമായി ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരുന്നത്. ഈ ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ സർക്കാർ മാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ അറിയിച്ചില്ല. അല്പസമയം മുമ്പ് ശശികാന്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ ഒരു നിമിഷം കറക്റ്റ് എക്സ്ക്യൂസ് മീ എന്താ ചർച്ചയിൽ എന്താണ് തൃശ്ശൂർ സബ് കളക്ടറാണ് കണ്ടത്. അദ്ദേഹം അല്പസമയത്തിന് ശേഷം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. അതായത് അല്പസമയം മുമ്പ് ശശികാന്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ ഛത്തീസ്ഗഡ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും ഛത്തീസ്ഗഡ് സർക്കാരും തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. ആ തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആ വഴിക്ക് നടക്കുന്നുണ്ട്. ഇവിടെ കേരള സർക്കാർ അതിലേക്ക് തിരിച്ചെത്താം. എന്തായാലും ആ ഒരു വിവരം കൂടെ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കണം. അല്പസമയത്തിനകം കൂടിക്കാഴ്ചയിലേക്ക് തിരിച്ചെത്താം. അതായത് ഈ ഛത്തീസ്ഗഡ് സർക്കാരും ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൂടിയാണ്. അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കൂടെ നമ്മൾ കടക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു.